തിരികെ വാർത്തയിലേക്ക്. കാസർഗോഡ് കുണ്ടംകുടി GHSSൽ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ സ്കൂളിലെ അധ്യാപകൻ കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വ്യാജ പരാമർശം നടത്തിയതിനെതിരെ വ്യാപക പരാതി. ബ്രിട്ടീഷുകാർക്ക് രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്ന കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനയ്ക്കെതിരെ പരാതി നൽകാനൊരുങ്ങി ഹിന്ദു ഐക്യവേദി. സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും വിട്ടുനിന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ട ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒറ്റിക്കൊടുത്ത അവരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നവർ. മാത്രമല്ല, വർഗീയവാദത്തിനും ജാതിമത ചിന്തകൾക്കെല്ലാം പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ക്വിറ്റ് ഇന്ത്യ സമരവും സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇതുമൊന്നുമായി ബന്ധമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവരെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞത്? അത് കുട്ടികൾക്കിടയിൽ തെറ്റായ സന്ദേശമാണ് ഈ അധ്യാപകൻ നൽകിയത് എന്നതിൽ ഒരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഇത് നാട്ടിൽ നിലനിൽക്കുന്ന സമാനാന്തരീക്ഷം തകർക്കാനേ സഹായിക്കൂ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കാസർഗോഡ് ജില്ലയിലെ ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഹിന്ദു ഐക്യവേദി ഇത്തരുണത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ശിവദാസ് കർമ്മനം ചെയ്യുകയാണ്. ശിവദാസ്, ഇവിടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് സ്കൂളിലെ അധ്യാപകൻ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയത്. അതും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്, അല്ലേ? KP കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുമ്പോഴാണ് ഈ സ്കൂളിലെ തന്നെ അധ്യാപകൻ കൂടിയായ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഇടത് ആശയങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞത്. സ്വാതന്ത്ര്യദിന സന്ദേശമായാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അദ്ദേഹം കൃത്യമായി തന്നെ വ്യക്തമാക്കണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതായത് കുട്ടികൾക്ക് ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് രാജ്യവിരുദ്ധ പരാമർശം നടത്തി ദേശദ്രോഹപരമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾ അത് പഠിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുട്ടികളാണ്, അവർ അധ്യാപകർ പറയുന്നത് അതേപടി വിശ്വസിക്കും. ഇത്തരത്തിൽ ചെറിയ കുട്ടികളെ ഇങ്ങനെ തെറ്റിദ്ധാരണപരമായ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഈ ഇടത് അധ്യാപകൻ ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കാസർഗോഡ് ജില്ലയിലടക്കം ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദിയും. എന്തായാലും വളരെ മോശമായ കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശമാണ്, അതിൽ ക്വിറ്റ് ഇന്ത്യയെ വലിച്ചിഴച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ, ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തിന് എതിരായ രീതിയിൽ പ്രവർത്തിച്ചു. അതായത് അന്ന് രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ നിലവിൽ വോട്ട് ചെയ്ത ജനങ്ങളെയാണ് അദ്ദേഹം അപമാനിക്കുന്നത്. പ്രത്യേകിച്ച് ഭൂരിപക്ഷം ജനങ്ങളും വോട്ട് ചെയ്തിട്ടാണ് ഇപ്പോഴുള്ള സർക്കാർ അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ജനങ്ങളെപ്പോലും അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ രാജ്യവിരുദ്ധ ദേശദ്രോഹപരമായ ഈ പരാമർശത്തിന് എതിരെ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പ്രതിഷേധം ഉയരുന്നതിനോടൊപ്പം തന്നെ നിയമപരമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഹൈന്ദവ സംഘടനകൾ. KP ശിവദാസ് കർമ്മനമാണ് വിശദാംശങ്ങൾ നൽകിയത്. അധ്യാപകന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ്, വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ അടക്കം തീരുമാനവും.